ലാസ്റ്റ് ഡേറ്റ് 4/2/2026 അതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. 63,000 വരെ സാലറീസ് പേയ്മെന്റ് പോവും. ഇനിയും കുറച്ച് മാസമുണ്ട്. സോ ആ ഒരു മാസത്തിൽ നമ്മൾ നന്നായിട്ട് മെനക്കെട്ട് പഠിക്കുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്ന് JLAയുടെ നോട്ടിഫിക്കേഷൻ വന്നു. സോ ഇന്നലെ വൈകിട്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കിയാലോ? ഓക്കെ, സോ കാറ്റഗറി നമ്പർ എല്ലാവരും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. കാറ്റഗറി നമ്പർ ഇപ്പൊ തന്നെ നോട്ട് ചെയ്തോളൂ. 733/2025 ആണ്. ഓക്കെ, ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് ആണ് പോസ്റ്റ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ. സോ ഇതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഗസറ്റ് ഡേറ്റ്, അതായത് 31 ഇന്നലെ ആയിരുന്നു വന്നത്. സോ ഇന്നലെ ഗസറ്റ് ഡേറ്റ് വരിക 31/12/2025. ലാസ്റ്റ് ഡേറ്റ് 4/2/2026. അപ്പോ പെട്ടെന്ന് തന്നെ ആ ഒരു ലാസ്റ്റ് ഡേറ്റിലേക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഓക്കെ, കാറ്റഗറി നമ്പർ മറക്കാൻ പാടില്ല. 733/2025 ആണ്. സോ ക്വാളിഫിക്കേഷൻ അല്ലെ, നമ്മള് എന്താണ് പെട്ടെന്ന് തന്നെ അത്ര കഷ്ടപ്പെടാണ്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു സിലബസ് ആണല്ലേ. +2 ബയോളജി സയൻസ് പിന്നെ VHC MLT ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. സോ നമ്മളെല്ലാവരും ഒരു ഭാഗ്യാണല്ലേ ഇങ്ങനത്തെ ഒരു പോസ്റ്റിലേക്ക് വിളിച്ചത്. സോ എല്ലാവരും ചെറിയ രീതിയിൽ മാത്രമേ ഒന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലൂ അല്ലെ. നമ്മൾ +2 നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുകയേ വേണ്ടു. ഓക്കെ, സോ നിങ്ങളെ എല്ലാവരെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. വേറെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ഓക്കെ, അല്ലെങ്കിൽ VHSC MLT ഓക്കെ, അവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. സോ +2 ബയോളജി സയൻസ് പിന്നെ VHSC MLT ആണ് ക്വാളിഫിക്കേഷൻ. പിന്നെ ഏജ് ലിമിറ്റ് 18 to 36 വരെയുള്ളവർക്ക് ഏജ് ആണ് പറയുന്നത്. സോ അതിന്റെ ഇടയിൽ വരുന്നവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ ഇവിടെ ഓൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1989 to 1/1/2007 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. അതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. പിന്നെ അതുപോലെ OBCയും SC STക്കാർക്കും റിലാക്സേഷൻ ഉണ്ട്. OBC എന്ന് പറയുമ്പോൾ ഒരു 3 കൊല്ലത്തെ റിലാക്സേഷൻ ആണ്. പിന്നെ 18 to 39 വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് OBCക്കാർക്ക്. അതുപോലെ SC STക്കാർക്ക് ഒരു 5 കൊല്ലത്തെ 41 വയസ്സ് വരെ എഴുതാം SC STക്കാർക്ക്. സോ അതും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി സ്കെയിലാണ്. 63,000 വരെ സാലറീസ് പേയ്മെന്റ് പോവും. പിന്നെ അതുപോലെ നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഇനി നമുക്ക് JLAയുടെ എക്സാം സിലബസ് നോക്കാം. ഓക്കെ, സോ MLT കാണാം. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ടോട്ടൽ മാർക്ക് 100 ആണ്. ഓക്കെ, അതിൽ MLT തന്നെ 50 മാർക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് പഠിച്ചവരാണെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ 50 മാർക്ക് എന്ന് പറയുമ്പം നമ്മളെ സാധാരണയായിട്ടുള്ള MLT ആണ്. ഓക്കെ, അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ഇൻഡെപ്തിൽ പോകേണ്ട ഒന്നും ആവശ്യമില്ല. BSc MLTക്കാർ പഠിക്കുന്ന പോലെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നല്ല എന്താണ് ഭയങ്കര ഒരു കൺസൈസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് കവർ ചെയ്യുന്ന രീതിയിലാണ് MLT സിലബസ് വരിക. പിന്നെ അതുപോലെ ഫിസിക്സ് 15 മാർക്കാണ്. കെമിസ്ട്രിയും 15 മാർക്കാണ്. ബോട്ടണി സുവോളജിയും 20 മാർക്കാണ്. ഓക്കെ, 10 ഈച്ച് ആയിട്ട്. ഓക്കെ, സോ ടോട്ടൽ വരുന്നത് 100 മാർക്സിന്റെ ആണ്. സോ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറച്ചൊന്ന് ക്ഷമയോടൊന്ന് പഠിച്ചാൽ മതി. കുറച്ചൊരു അല്ലെ ഒരു ഇനിയും കുറച്ച് മാസമുണ്ട്. സോ ആ ഒരു മാസത്തിൽ നമ്മൾ നന്നായിട്ട് മെനക്കെട്ട് പഠിക്കുക. ഓക്കെ, അങ്ങനെ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ എജൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. നമ്മൾ എജൂസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഓഫറിങ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽഡ് തിയറി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ എല്ലാ സിലബസും കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തിയറി ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആനിമേറ്റഡ് ക്ലാസ്സസ് അല്ലെ, ചില കുട്ടികൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാവുക ആനിമേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും അല്ലെ, കുറച്ചുകൂടി ബ്രെയിനിൽ രജിസ്റ്റർ ആവും. സോ ആനിമേറ്റഡ് വീഡിയോ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്. സോ നമ്മൾ ലൈവ് ക്ലാസ്സസ് തരുന്നുണ്ട്. ഇനിയിപ്പോൾ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസും
കിട്ടും. ഓക്കെ, അതേ നല്ല ക്ലിയർ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്, സെയിം ക്ലാസ് തന്നെ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ റാങ്ക് ബൂസ്റ്റർ ഉണ്ട്. ഓക്കെ, റാങ്ക് ബൂസ്റ്ററിൽ നമ്മൾ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം, ഫോക്കസ് ഏരിയ, പിന്നെ അതുപോലെ നിമോണിക്സ് അല്ലെ, നമ്മളെ കുറെ കാര്യം നമ്മൾ കുറെ പഠിക്കുമ്പോൾ നമുക്ക് മെമ്മറി അല്ലെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള നിമോണിക്സും കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടില്ലേ ഒരു റാങ്ക് ബൂസ്റ്റർ. ഓക്കെ, ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പിന്നെ ഫോക്കസ് ഏരിയ, നിമോണിക്സ് ഇതൊക്കെ പറയുന്ന ഒരു റാങ്ക് ബൂസ്റ്റർ ഫയലും ഉണ്ട്. പിന്നെ അതുപോലെ പീരിയോഡിക് റിവിഷൻ, ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റും നമ്മൾ എജൂസ് അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളെ പഠിത്തം അല്ലെ കൺസിസ്റ്റന്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ടെസ്റ്റ് നടത്തുന്നത്. അതുപോലെ വീക്ക്ലി ടെസ്റ്റ്, പിന്നെ മന്ത്ലി ടെസ്റ്റ്. സോ ഈ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയാൽ മാത്രമേ നമുക്ക് നമ്മളെ കൂടുതലും കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യണം തോന്നൂലല്ലോ. നമ്മൾ സെൽഫ് അനലൈസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുമ്പോഴാണ്. സോ അതിന് വേണ്ടി നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ് ഒക്കെ നടത്തുന്നത്. പിന്നെ പീരിയോഡിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെ, വെറുതെ അങ്ങ് പഠിച്ചു പോയാൽ മതി, അപ്പോൾ നമ്മൾ ടെസ്റ്റും ചെയ്യണം പ്ലസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ് പീരിയോഡിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. പിന്നെ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മെന്റർ സപ്പോർട്ട് അല്ലെ. നമ്മളെ ആരെങ്കിലും ഒരാൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മളെ എന്തൊരു കാര്യം തുറന്ന് പറയാനുണ്ടെങ്കിൽ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മൾ പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയും ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഡൗട്ട് ആയിക്കോട്ടെ, ഓക്കെ, നമ്മളെ മെന്റേഴ്സിനോട് നമുക്ക് പറയാം. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സോ ഈ മെന്റർ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ വിളിച്ചു നോക്കാം. നമ്മളെ ക്ലാസ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ അവരായിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഫ്രീ റാങ്ക് ഫയൽ നമ്മൾ പറഞ്ഞു, ഫോക്കസ് ഏരിയയും പിന്നെ PYQയും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും ഈ ഫ്രീ റാങ്ക് ഫയൽ. സോ അങ്ങനെ നമ്മുടെ എജൂസ് അക്കാഡമീൻ്റെ അപ്പുറം പഠിക്കാൻ താല്പര്യപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ വിളിച്ചു നോക്കാം. ഓക്കെ, സോ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ആയിക്കോളൂ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.